ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രയെ കോച്ചിങ്ങിന് കൊണ്ട് ചേർക്കുന്നതിനെ പറ്റിയൊക്കെ ആര്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിത്ര അതിനെ എതിർക്കൂട്ടോ. കോച്ചിങ്ങിനൊക്കെ പോയി ചേർന്നാൽ ഒരുപാട് കാശാവില്ലേ, ഇപ്പം തന്നെ ആര്യന് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഞാൻ കാരണം ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുകയാണെ. അത് കേൾക്കുമ്പം ആര്യൻ പറയും, താൻ എനിക്കൊരു ബുദ്ധിമുട്ടാണോടോ, താൻ അങ്ങനെയാണോ എന്നെപ്പറ്റി ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? തനിക്ക് വേണ്ടി എന്ത് ചെയ്താലും അതെൻ്റെ സന്തോഷമാണ്. ഇപ്പം താൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുന്നത് ഔദാര്യം പോലെയാണോ? ആണെങ്കിൽ താൻ പറ എന്നിങ്ങനെ ചോദിക്കൂട്ടോ. അത് കേൾക്കുമ്പോൾ മിത്ര പറയും, ഒരിക്കലുമില്ല. ആരിന് വേണ്ടി എന്ത് ചെയ്തു തരുന്നതും പൂർണ്ണ സംതൃപ്തിയോട് കൂടിയാ, എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. എന്നാലേ അതുപോലെ തന്നെയാ എൻ്റെ കാര്യം എന്ന് ആര്യം പറയാണ് കേട്ടോ. അപ്പം മിത്ര ചോദിക്കും, അല്ല ആര്യ, നമ്മൾ കോച്ചിങ്ങിന് പോയി ചേർന്നു എന്ന് വീട്ടിൽ അറിയിക്കാതെ പോകാൻ പറ്റില്ലല്ലോ, എന്നും പോയി വരേണ്ട കാര്യമല്ലേ? എങ്ങനെയാണെങ്കിലും അങ്കിളും അപ്പച്ചിയും ഒക്കെ അറിയും, നമ്മൾ അവരെ മറച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ആര്യനോട് ചോദിക്കൂ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആര്യം പറയും, അത് ശരിയാ, അച്ഛൻ ഒട്ടും താല്പര്യമില്ല താൻ പോലീസ് ആകുന്നതിനോട്. അതുകൊണ്ട് തന്നെ കൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിന്റെ ട്രെയിനിങ്ങിന് വിട്ടു എന്നറിഞ്ഞാൽ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ നമുക്ക് അവരെ ഒളിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. എന്നും തനിക്ക് കോച്ചിങ്ങിന് പോവേണ്ടതായിട്ടും വരും. എങ്ങനെയാണെങ്കിലും അച്ഛൻ അറിയുകയും ചെയ്യും. അതിലും ഭേദം നമുക്ക് സത്യം അവരെ അറിയിക്കാം. അച്ഛനൊന്ന് എതിർത്താലും സമ്മതിക്കാതിരിക്കില്ല എന്ന് ആരും പറയാം. എനിക്ക് പേടിയാവുക. ഇത്രയും നാളും ആരും അറിയാതെ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോയി. പക്ഷെ അതുപോലെ നടക്കുന്ന കാര്യമല്ലല്ലോ ഇത്. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്താൽ മതി. ഇത്രയും നാളും നീയല്ലേ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അതുപോലെ നമുക്ക് ഇനിയും ഗ്രൗണ്ടിൽ പോയി റണ്ണിങ് പ്രാക്ടീസ് നടത്തിയാൽ പോരെ ആര്യ. ഫിസിക്കൽ ടെസ്റ്റ് കൂടി കഴിയുന്നത് വരെ ആരും അറിയേണ്ടത് തന്നെയാണ് എനിക്ക് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആരും പറയും, ഇത് അതുപോലെയല്ല, നമ്മുടെ മുന്നിൽ സമയമില്ലല്ലോ മിത്രേ. ആകെ ഒരു മാസം കൊണ്ട് ഫിസിക്കൽ ട്രെയിനിന് താൻ ശരിക്കും ഫിറ്റ് ആകണം. എങ്കിൽ മാത്രമേ തനിക്ക് അത് പാസ്സാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കോച്ചിങ് സെന്ററിൽ പോയി ചേരുക തന്നെ വേണം. ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കാം. അമ്മ അച്ഛനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും എന്ന് ആരും പറയാം. അത് വേണോ? അപ്പച്ചിക്ക് അങ്കിളിനെ എതിർത്ത് ഒരുപാടൊന്നും നിൽക്കാനായിട്ട് സാധിക്കില്ല. അങ്കിള് പറയുന്നതിനപ്പുറം അപ്പച്ചി പോകത്തുമില്ല എന്ന് പറയാം. താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെടോ. തൻ്റെ കൂടെ ഞാനില്ലേ. ഇനി അച്ഛൻ എതിർത്താലും തന്നെ ഞാൻ എന്തായാലും കോച്ചിങ് സെന്ററിൽ കൊണ്ട് ചേർക്കാൻ തീരുമാനിച്ചു. അതിൽ ഇനിയിപ്പം എനിക്ക് ആരുടെ സമ്മതം വേണ്ട. ആയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മിത്രയ്ക്കും വളരെയേറെ സന്തോഷം തോന്നുവാണ്. ഇതേ സമയം ആര്യനും മിത്രയും കൂടി ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ആര്യന്റെ പരിങ്ങിയുള്ള നിപ്പൊക്കെ കാണുമ്പം ഗോമതി ചോദിക്കും, എന്താ കാര്യം, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. അത് പിന്നെ അമ്മേ. അപ്പം മിത്രയോട് ചോദിക്കും, എന്താ മിത്രേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ്ടുപേരും എന്താ പരിങ്ങി കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അപ്പച്ചി ഞാൻ അന്ന് പോയി എക്സാം എഴുതിയില്ലേ, ആ ടെസ്റ്റ് ഞാൻ പാസ്സായി. എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അതെയോ, നീ പോലീസ് ആകുന്നതിൽ ഇവിടെ ലാലേട്ടന് ഒട്ടും താല്പര്യമില്ല. എങ്കിലും നിന്റെ ആഗ്രഹമല്ലേ, അപ്പച്ചിക്ക് സന്തോഷമായി, നീ അത് പാസ്സായല്ലോ എന്ന് ഗോമതി പറയാം. അല്ല, ഇത് പറയാനാണ് രണ്ടുപേരും കൂടി ഇത്ര പരിങ്ങി കളിച്ചത് എന്നും പറയാണേ. അത് കേൾക്കുമ്പോഴത്തേക്കും ആര്യം പറയും, അമ്മേ, ഫിസിക്കൽ ടെസ്റ്റിന് ഇനി ഒരു മാസമേ ഉള്ളൂ. ആ ഒരു മാസം കൊണ്ട് ഇവൾ അതിന് വേണ്ടി ശരിക്കും ട്രെയിൻ ചെയ്യിക്കണം. അത് ഇവൾ തന്നെ ഇവിടെ പ്രാക്ടീസ് നടത്തിയത് ശരിയാവില്ല. അതുകൊണ്ട് എന്താ, ഞാൻ ഇവളെ ഒരു കോച്ചിങ് സെന്ററിൽ കൊണ്ട് ചേർത്താലോ എന്നിങ്ങനെ ആലോചിക്കുക എന്ന് ആര്യം ഗോമതിയോട് പറയും. അതെയോ, അതിന് ഇവിടെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ട്രെയിനിങ് നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഗോമതി ആര്യനോട് ചോദിക്കേ. അങ്ങനെയുള്ള കോച്ചിങ് സെന്റർ ഒക്കെ ഉണ്ട്. ഒരു മുൻ DJP നടത്തുന്നതാ. അവിടെ മിത്രയ്ക്ക് അഡ്മിഷൻ എടുത്ത് അവളെ കൊണ്ട് ചേർത്താൽ അവരവളെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ അവൾ ഒരിക്കലും പരാജയപ്പെടില്ലമ്മേ എന്ന് പറയാണ്. അമ്മ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് ഇതിന് സമ്മതം മേടിച്ചെടുക്കണം. അതിനായിട്ട് അമ്മയോട് ഞാനിത് പറഞ്ഞേ എന്ന് ആരും പറയാം. ഉയ്യോ, എനിക്ക് പേടിയാ. നിങ്ങൾക്ക് ബാലേട്ടന്റെ കാര്യം അറിയാലോ. അല്ലെങ്കിൽ തന്നെ മിത്ര പോലീസുകാരിയാകുന്നതിനോട് ബാലേട്ടന് ഒട്ടും താല്പര്യമില്ല. അതിൻ്റെ കൂടെ ഫിസിക്കൽ ടെസ്റ്റിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഇവളെ കൊണ്ട് ചേർക്കുന്ന അനുവാദം കൂടി ഞാൻ എങ്ങനെ ചോദിക്കാനാ? അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആര്യ എന്ന് പറയാം. അമ്മേ, അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവളെ കൊണ്ട് ഞാൻ ചേർക്കാൻ തീരുമാനിച്ചത് തന്നെയാ. അച്ഛൻ എന്തിനാ ഇത്രയും എതിർക്കുന്നത്? മിത്രയ്ക്ക് ഇഷ്ടമുള്ളതല്ലേ അവളാകേണ്ടത്, അല്ലാതെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണോ അവളൊരു ജോലി നേടിയെടുക്കേണ്ടത്? അത് എവിടുത്തെ ന്യായമായ അമ്മേ എന്ന് പറയാം. ന്യായോ ശരിയൊന്നും എനിക്കറിയില്ല. ബാലേട്ടന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ഇപ്പം തന്നെ ബാലേട്ടന് മിത്ര ഈ ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല. പിന്നെയും ബാലേട്ടനെ എതിർക്കാതെ നിൽക്കുന്നതാ എന്നും കരുതി ആ മനുഷ്യനെതിരെ ശബ്ദം ഉയർത്താനൊന്നും നീ വളർന്നിട്ടില്ല ആര്യ എന്ന് ആര്യനോട് അപ്പോൾ ഗോമതി പറയാം. എൻ്റെ അമ്മ, ഞാൻ അച്ഛനെതിരെ ശബ്ദം ഉയർത്തിയതൊന്നും അല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. അമ്മ ഒരു പ്രശ്നമില്ലാതെ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് ഇതൊന്നും പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതിന് അമ്മയോട് ഞാനിത് കാര്യം വന്ന് പറഞ്ഞത്. അപ്പം മിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അപ്പോൾ ഗോമതി പറയും, നീ സങ്കടപ്പെടണ്ട, ഞാൻ ബാലേട്ടനോട് എന്തായാലും സംസാരിക്കാം. ബാലേട്ടന് ഇഷ്ടമില്ലെങ്കിലും എതിർക്കാൻ ചാൻസ് ഇല്ല എന്ന് ഗോമതി മിത്രയോട് പറയണേ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നുവാണേ.
ഇതേ സമയം ഇപ്പം എല്ലാവരും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നമ്മുടെ ദേവിയും അറിഞ്ഞു കേട്ടോ. അപ്പം മീനു ആണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദേവിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മീനുവിൻ്റെ ഈ ആലോചനയൊക്കെ കാണുമ്പം ദേവി ചോദിക്കും, എന്തു പറ്റി മീനു, നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല എടുത്തി, എന്തോ കാര്യമുണ്ട്, നീ അതിനെപ്പറ്റി ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, കാര്യം പറ പെണ്ണെ എന്നിങ്ങനെ ദേവി പറയൂ കേട്ടോ. അത് പിന്നെ മിത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് വന്ന എടുത്തി, ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചതാ. അമ്മ പറഞ്ഞ് ഞാനും അറിഞ്ഞായിരുന്നു, നല്ല കാര്യമാണ്, അവള് ടെസ്റ്റ് പാസ്സായാലോ, അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു പോലീസുകാരി ആവണമെന്നുള്ളത്. പക്ഷേ ബാലച്ചൻ അറിഞ്ഞാൽ ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം ആരിനെന്തോ കോച്ചിങ് സെന്ററിൽ കൊണ്ട് അവളെ ചേർക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ മീനു? ബാലച്ചനെ എതിർത്ത് എത്രയാണെന്ന് കരുതിയാ അവർ നിൽക്കുക എന്ന് ദേവി ചോദിക്കൂട്ടോ. പക്ഷേ ആരായി തീരണമെന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായ തീരുമാനമല്ലേ, ആഗ്രഹമല്ലേ എടുത്തി. ഇവിടെ മിത്രയ്ക്ക് ആഗ്രഹം ഒരു പോലീസുകാരി ആകാനാ. അവളുടെ സ്വപ്നത്തിനൊപ്പമല്ലേ കൂടെയുള്ള നമ്മളെല്ലാം നിൽക്കേണ്ടത്. അച്ഛൻ എന്തുകൊണ്ട് അതിനെ ഇത്രയേറെ എതിർക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തേ എന്ന് മീനു അപ്പം പറയാം. അപ്പം ദേവി പറയും, ബാലച്ചന് എല്ലാവരെ പറ്റിയും വ്യക്തമായ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള വ്യക്തിയാ മീനു. ഒരിക്കലും ബാലച്ചനെ നമ്മൾ എതിർത്ത് ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ നല്ലതിനു വേണ്ടിയാ ബാലച്ചൻ എന്ത് ചെയ്താലും ചെയ്യുള്ളൂ. ഇപ്പം തന്നെ മിത്രയുടെ പോലീസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിലിരുത്തുകയല്ലോ, അവൾക്ക് മറ്റെന്ത് ജോലിയും ചെയ്യാൻ ആഗ്രഹമുണ്ട്, പഠിച്ചോളാൻ പറഞ്ഞതുമല്ലേ എന്ന് ദേവി അപ്പോൾ പറയേ. എന്നാലും അവളുടെ ഇഷ്ടമല്ലേ എടുത്തി നോക്കേണ്ടത് എന്ന് പറയാണ്. നമ്മുടെ മിത്ര നല്ല കാലിബറുള്ള കുട്ടിയാണ്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ റിട്ടേൺ എക്സാം അവൾ പാസ്സായില്ലേ, അത് വലിയൊരു കാര്യമാണ്. ഇനി ഫിസിക്കൽ ടെസ്റ്റും അവൾ പാസ്സാവും, അവളൊരു പോലീസുകാരി ആവുകയും ചെയ്യും. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം നമ്മൾ അവൾക്ക് ചുറ്റുമുള്ളവരുണ്ടാക്കി കൊടുക്കുക വേണ്ടത് എന്ന് മീനു പറയും. നീ പറയുന്നത് ശരിയാ, പക്ഷേ ബാലത്തെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മിത്രയെ കൊണ്ട് ട്രെയിനിങ് സെന്ററിൽ വിടാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ദേവി പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ മീനും പറയും, ശരിയാ, അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല, എങ്കിലും ആര്യൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ കൂടെ ആര്യൻ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അവളുടെ ആഗ്രഹങ്ങൾക്ക് കൊത്ത്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. ബാലച്ചനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരിന് സാധിക്കട്ടെ എന്ന് മീനു പറയാണ്. അപ്പം ദേവി പറയും, അവള് കോച്ചിങ് സെന്ററിൽ പോയി ചേരണമെന്നും പോലീസുകാരിയായി മാറണമെന്നും ഒക്കെയാ എനിക്കും ആഗ്രഹം. പക്ഷേ ബാലച്ചനെ വേദനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാ ബാലച്ചൻ സമ്മതിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബാലച്ചൻ സമ്മതിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല മീനു. പക്ഷെ നമുക്ക് നോക്കാം. നമുക്കും ബാലച്ചനോട് ഒത്തിരി ഒന്നും എതിർത്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ബാലച്ചൻ നോക്കുമ്പോൾ ബാലച്ചൻ്റെതായ ന്യായങ്ങൾ ഓരോ കാര്യത്തിനും ഉണ്ട്. അതൊന്നും ആരുടെ കാര്യത്തിലും തെറ്റാറും ഇല്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയാണേ. അപ്പം മീനു പറയും, ഏടത്തി പറയുന്നതും ശരിയാ, പക്ഷെ മിത്രയ്ക്ക് അവളുടേതായ ന്യായങ്ങളും ഇല്ലേ. നോക്കാം, എങ്ങനെ അച്ഛൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. അവളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, അത് തകരാൻ പാടില്ല എന്ന് മീനു പറയാണേ. അപ്പം മീനു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ ദേവി പറയും, നീ ഒന്നും കൊണ്ട് സങ്കടപ്പെടണ്ട, അവളൊരു പോലീസുകാരിയായി മാറണമെന്നല്ലേ നമ്മുടെ എല്ലാ ആഗ്രഹം, അങ്ങനെ തന്നെ സാധിക്കും. അച്ഛനും അവളുടെ മനസ്സ് കാണാതിരിക്കാനൊന്നും പറ്റത്തില്ലെന്നേ എന്ന് ദേവിയും പറയുവാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ ഗോമതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ബാലേട്ടനോട് ഇതെങ്ങനെയൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് ഗോമതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ബാലൻ വീട്ടിൽ വരുമ്പം തന്നെ ചായയൊക്കെ ആയിട്ട് ഗോമതി അടുത്തേക്ക് ചെല്ലുക. അതിനുശേഷം ചായ കൊടുത്തതിന് ശേഷം ഗോമതി ആകെ നിന്ന് പരുകുന്ന കാണുമ്പം ബാലൻ ചോദിക്കും, എന്താ ഗോമതി, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ട് പറയടോ എന്ന് പറയാം. അത് പിന്നെ ബാലേട്ടാ, എന്തിനാ നീ ഇങ്ങനെ പരുങ്ങുന്നേ, നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയത്തില്ലേ ഗോമതി എന്ന് ചോദിക്കും. അത് നമ്മുടെ മിത്രയില്ലേ, മിത്രയ്ക്ക് എന്ത് പറ്റി, അവൾ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഇല്ലേ? അതൊക്കെ ഉണ്ട്. അന്ന് അവരൊരു എക്സാം എഴുതാൻ പോയില്ലായിരുന്നോ, ആര്യൻ നമ്മളോടൊക്കെ പറയാതെ ഇവിടുന്ന് പോയത്. എന്നിട്ട് എന്തുണ്ടായി, ആ എക്സാം നമ്മുടെ മിത്രയ്ക്ക് കിട്ടിയെന്നാ പറയുന്നത്. എന്തോ ഒരു ടെസ്റ്റ് കൂടി ഇനി ഉണ്ടെന്ന്, ഫിസിക്കൽ ടെസ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞത്. അതും അടുത്ത മാസം അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓഹോ, എന്നെ എതിർത്ത് പോലീസുകാരി ആവാൻ തന്നെ അവൾ തീരുമാനിച്ചല്ലേ എന്ന് അപ്പം ബാലൻ ചോദിക്കുക. ബാലേട്ട ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, അവൾക്കും അവളുടേതായ ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ ബാലേട്ട, നമ്മളിങ്ങനെ എതിർത്ത് അതിനോട് നിന്നാൽ അവൾ എന്തുമാത്രം സങ്കടപ്പെടും. ഇപ്പോൾ ആരിനാണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി അവളെ ഏതോ കോച്ചിങ് സെന്ററിൽ കൊണ്ട് വിടണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. അവിടെ പോയാൽ അത് ഉറപ്പായിട്ടും അവൾക്ക് കിട്ടുമത്രേ. ഏതോ വലിയൊരു പോലീസുകാരൻ റിട്ടയർഡ് ആയ ആളാ, അദ്ദേഹം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് ആര്യം പറഞ്ഞത്. ബാലേട്ട സമ്മതിക്കണം, അവൾ അവിടെ പോയി പഠിക്കട്ടെ, ആര്യൻ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഓഹോ, അപ്പോൾ തീരുമാനങ്ങളൊക്കെ ആയി. ഈ ബാലനോടൊന്ന് പറയാനായിട്ട് നിന്നെ വിട്ടതാണല്ലേ, എവിടെയാ അവനും അവളും നിൽക്കുന്നത്, അവരോട് ഈ ബാലൻ തന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാണേ. അപ്പോൾ ഗോമതി പറയും, അയ്യോ ബാലേട്ട, അവരോട് ദേഷ്യപ്പെടല്ലേ ബാലേട്ട,
ബാലേട്ടൻ ദേഷ്യപ്പെടുമെന്ന് കരുതി ആര്യന് ബാലേട്ടനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പേടിയായിട്ടാ എന്നോടൊന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചത്. ഓ, അവൻ്റെ ഭാര്യയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് കൂടെ ഉള്ളപ്പം ഇനി എന്നോട് എന്തിനാ ഒരു കാര്യം ചോദിക്കുന്നത്? രണ്ടുപേരുടെയും കാര്യത്തിൽ ഒന്നിലും ഇടപെടാൻ ഇനി ബാലനെ നോക്കണ്ട. എൻ്റെ ഇഷ്ടമില്ലാതെയല്ലേ അവൾ മുന്നോട്ട് പോകുന്നത്. എന്താന്ന് വെച്ചാൽ ചെയ്തോ. ആരെ എതിർക്കാനൊന്നും ഞാനില്ല. ഇനിയിപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ കൊണ്ട് വിടാനോ ജോലി മേടിപ്പിക്കാനോ പോലീസുകാരിയാക്കാനോ ഒക്കെ നോക്കിക്കോ. ഈ ബാലൻ ഒന്നിനും എതിർപ്പില്ല. പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരമാണെന്ന് ആരും കരുതണ്ട. ഇഷ്ടമില്ലാത്തൊരു ജോലിയല്ലേ അവൾ ചെയ്യുന്നത്. ഞാൻ അവൾ ആരായി തീരണമെന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തതാ. പക്ഷെ അത് അവർക്ക് താല്പര്യമില്ലല്ലോ. ബാലേട്ട, പിള്ളേരുടെ ഇഷ്ടമല്ലേ ബാലേട്ട നോക്കുന്നത്. നമ്മൾ എത്രയെന്ന് വെച്ചാൽ അവരെ ഇങ്ങനെ. ഓ, അപ്പം തനിക്കും ഇപ്പം ഞാൻ പറയുന്നത് തെറ്റായി തോന്നുന്നുണ്ടോ? ഞാൻ ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്തും ചെയ്യുള്ളൂ എന്ന് തനിക്കറിയില്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ ശരിയാ ബാലേട്ട. ബാലേട്ടൻ എന്തും ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചേ ചെയ്യുള്ളെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഇത്രയുടെ ഒരു ആഗ്രഹമല്ലേ ബാലേട്ട. ബാലേട്ടൻ ഇഷ്ടമില്ലാതെ എനിക്കും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാനും അച്ഛൻ ഇതൊന്നും ഇഷ്ടമാവില്ലെന്ന് തന്നെ പറഞ്ഞത്. എങ്കിലും നമ്മുടെ കുട്ടികളല്ലേ, അവർ വേദനിക്കുന്നത് എത്രയാന്ന് കരുതിയാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ പറയണം. നീ അവരുടെ ഇങ്ങ് വിളിക്കുക, ഞാനിതിനെപ്പറ്റി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയാം. ബാലേട്ടൻ അവരോട് ദേഷ്യമൊന്നും പെടരുതോ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇനി അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. അവർ രണ്ടുപേരും എന്തെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ എന്നോട് നേരിട്ട് വന്നൊരു കാര്യം പറയണമെന്ന് ആരിന് തോന്നിയില്ലല്ലോ എന്നൊക്കെ ബാലൻ പറയാണ് കേട്ടോ. ഇപ്പം ഇവിടെയുള്ള എല്ലാവർക്കും അവരുടേതായ തോന്നിവാസങ്ങളാ. ആർക്കും ഒരു ചിന്തയില്ല. അച്ഛന് അമ്മയാന്നുള്ള വിലയൊന്നും ആരും ഇപ്പം തരുന്നില്ല എന്നൊക്കെ ബാലൻ അങ്ങ് ദേഷ്യപ്പെട്ട് പറയണേ. അപ്പോൾ ആണെങ്കിൽ ഗോമതിക്ക് ആകെ സങ്കടമാവുക. ഇപ്പോൾ ഇവിടെ ആര്യനില്ല. ആര്യം വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് ഗോമതി ബാലനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണേ. ഇതേ സമയം നമ്മുടെ ആനന്ദാണെങ്കിൽ വളരെയേറെ സന്തോഷത്തോടു കൂടിയാട്ടോ കയറി വരുന്നത്. അപ്പം ഒരു തൊട്ടിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ദേവിയുടെ അടുത്ത് കൊണ്ടേ കാണിക്കുക. അപ്പോൾ ദേവിക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുക. ഇതെന്താ ആനന്ദേട്ടാ തൊട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാ എന്ന് ചോദിക്കുക. ഇന്ന് ഞാൻ ഷോപ്പിൽ കയറിയപ്പം കണ്ടപ്പോൾ എനിക്കത് മേടിച്ചുകൊണ്ട് വരാൻ തോന്നി. നമുക്ക് എന്തായാലും കുഞ്ഞ് വരുമ്പോഴത്തേക്കും തൊട്ടിലും സാധനങ്ങളും ഒക്കെ വാങ്ങണമല്ലോ. ഇപ്പോഴേ ഓരോന്നൊക്കെ മേടിച്ച് വെക്കുന്ന ഒരു സന്തോഷം അല്ലേടോ എന്ന് പറയാം. ഇത് കണ്ടിട്ട് എനിക്കങ്ങോട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല ആനന്ദേട്ടാ. എന്ത് രസമോ ഇത് കാണാനായിട്ട്. ഒരു 9 മാസം കഴിയുമ്പം നമ്മുടെ വാവയും ഇതിനകത്ത് കിടക്കും. അപ്പം നമ്മൾ രണ്ടും അടുത്തിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കും എന്നൊക്കെ ആനന്ദ് പറയാം. അതൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുവാണ്. എങ്കിലും എന്ത് ക്യൂട്ടല്ലേ ആനന്ദേട്ടാ ഇത് കാണാൻ എന്നും പറഞ്ഞ് ദേവിയും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതേ സമയമാണ് നമ്മുടെ ദേവിക്കുള്ള ചായയൊക്കെ ആയിട്ട് അവിടേക്ക് ഗോമതി വരുന്നത്. അതിപ്പം ഗോമതി ചോദിക്കും, അല്ല രണ്ടുപേരും വളരെ സന്തോഷത്തിൽ ഇത് എന്താ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക. അമ്മേ ഇത് കണ്ടോ അമ്മേ, ആനന്ദേട്ടൻ ഇന്നേ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചോണ്ട് വന്നതാ, നോക്കിക്കേ എന്ത് രസമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഗോമതി അയ്യോ ഇത് തൊട്ടിലല്ലേ എന്ന് ചോദിക്കുക. എന്താ അമ്മ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ എന്ന് ആനന്ദ് അപ്പോൾ ചോദിക്കും. എന്ത് വിവരക്കേടാടാ നീ കാണിച്ചത്? അമ്മയെ തൊട്ടിൽ മേടിച്ചുകൊണ്ട് വരുന്ന വിവരക്കേടാണോ? ഇത് നല്ലൊരു കാര്യമല്ലേ. ഇത് മേടിക്കുന്നതിന് മുന്നേ എന്നെ വിളിച്ച് നിനക്കൊരു വാക്ക് ചോദിക്കത്തില്ലായിരുന്നോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എനിക്ക് തൊട്ടിലൊക്കെ നോക്കി മേടിക്കാൻ അറിയാന്നേ, അതുകൊണ്ടല്ലേ ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. കുഞ്ഞ് ജനിക്കാതെ ഇങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ച് വെക്കരുതെന്നാണ് പഴമക്കാർ പറയുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷമേ കുഞ്ഞിനുള്ള ഉടുപ്പുകളും തൊട്ടിലും സാധന സാമഗ്രികളും ഒക്കെ പോയി മേടിക്കാവൂ എന്നാ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ഒന്നും നേരത്തെ മേടിച്ച് വെക്കരുത്, ഇതൊക്കെ കുഞ്ഞിന് ദോഷം ചെയ്യും. അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ അമ്മേ എന്നപ്പോൾ ദേവി ആനന്ദം കൂടി ചോദിക്കും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ അറിയില്ലെങ്കിൽ നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ, ഞാൻ പറഞ്ഞു തരില്ലേ. അവൻ തൊട്ടിലും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇനി മേടിച്ചത് മേടിച്ചു. ഇനി കുഞ്ഞിനായിട്ട് ഒരു സാധനങ്ങളും നേരത്തെ മേടിച്ച് വെക്കരുത് കേട്ടോ. എനിക്കറിയാം കടയിൽ കയറുമ്പം നമുക്കിതൊക്കെ കാണുമ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ മുഖം ഓർത്ത് ഇതൊക്കെ ഓരോന്നും മേടിക്കണമെന്ന് തോന്നും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ കുഞ്ഞ് ജനിച്ചതിന് ശേഷമേ തൊട്ടിലും കുഞ്ഞിനുള്ള ഉടുപ്പുകളും എല്ലാം വാങ്ങാവുള്ളൂ, കളിപ്പാട്ടങ്ങളൊക്കെ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇതൊന്നും മേടിക്കരുത് കേട്ടോ എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അപ്പം ദേവിക്ക് ആകെ സങ്കടമാവും. അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ നേരത്തെ മേടിച്ചതുകൊണ്ട്? മോളെ പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ മേടിച്ച് വെക്കരുതെന്നാ പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ, ഇനി ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം അറിയാതെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാണേ. ഇതേ സമയം നമ്മുടെ ഉദയഭാനുവാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശ്രീകല അടുത്തോട്ട് വന്ന് ചോദിക്കും, എന്താ ഉദയേട്ടാ ആ സുകന്യയെ വിളിച്ചോ? അവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചെടുത്തോ എന്ന് ചോദിക്കുക. അവളെ ഞാൻ വിളിക്കാൻ പോവുമായിരുന്നു. എന്ത് പറയണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. എന്ത് പറയണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നോ? ഇതൊക്കെ ഉദയേട്ടനെ നിസ്സാരമാണെന്നല്ലേ എന്നോട് പറഞ്ഞത്. എന്തോ ഒരു പുതിയ ഐഡിയ മനസ്സിലുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ആലോചിക്കുന്നോ എന്ന് ചോദിക്കുക. എടി ഐഡിയ ഒക്കെ ഉണ്ട്, ഞാനത് വർക്കൗട്ട് ആക്കുന്നതിനെ പറ്റി അങ്ങ് ചിന്തിക്കുമായിരുന്നു
ഇരിക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, എൻ്റെ തലയ്ക്കകത്ത് ഇപ്പോൾ ബുദ്ധിയൊക്കെ അങ്ങ് പ്രവർത്തിക്കുന്നതിൽ എന്തോ ഒരു കുറവ്. അതൊക്കെ പ്രവർത്തിച്ചോളൂ, നിങ്ങളുടെ കുരുട്ടുബുദ്ധി ഈ നാട്ടിൽ തന്നെ ആർക്കും ഇല്ല എൻ്റെ മനുഷ്യ എന്ന് ഇപ്പോൾ ശ്രീകല പറയാണ് കേട്ടോ. സുകന്യയെ വിളിച്ചൊന്ന് കാണണമെന്ന് ഉദയഭാനു പറയാം. അപ്പോൾ സുകന്യ ഉറപ്പായിട്ടും വരാം ഉദയഭാനു സാർ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി കണ്ടുമുട്ടുവാണ്. അപ്പം എന്താ സാർ, ലൈസൻസിൻ്റെ കാര്യം ശരിയായോ? സിംഗപ്പൂർ ലൈസൻസ് കിട്ടിയോ? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉടനെ തന്നെ ബിസിനസ് തുടങ്ങാതിരിക്കുമല്ലേ എന്നൊക്കെ സുകന്യ ചോദിക്കുക. അത് കേൾക്കുമ്പം ഉദയഭാനു പറയും, അത് പിന്നെ സുകന്യ, ലൈസൻസിൻ്റെ കാര്യമൊക്കെ ഏകദേശം ശരിയായതാ, പക്ഷേ ഒരു 2 ലക്ഷം രൂപയും കൂടി വേണ്ടി വരും എന്ന് പറയാം. 2 ലക്ഷം രൂപയും കൂടി വേണോ? അതെന്താ സാർ, 10 ലക്ഷം രൂപ മതി എന്നല്ലേ പറഞ്ഞത്? അതെ, 10 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞു, പക്ഷേ ഏകദേശം എല്ലാം കൂടി ഒരു 10-12 ലക്ഷം രൂപ ആയിട്ട് വരുമെന്നാണ് ഞാനിപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച് പറഞ്ഞത്. ഇത് പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ ക്യൂ നിൽക്കുക. അപ്പം നമ്മൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ സുകന്യയ്ക്ക് ഇത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വേണമെന്ന് നിർബന്ധം പിടിച്ചത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നിരസിക്കാൻ സാധിക്കില്ലേ? അത്രയ്ക്ക് ഹോൾഡ് ഉണ്ട് എനിക്ക് സിംഗപ്പൂരിൽ. അത് സുകന്യയ്ക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. അയ്യോ സാർ, എനിക്കതൊക്കെ അറിയാം, 2 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ എന്തായാലും അത് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറയാം. സുകന്യയുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനെടുത്ത് മറിച്ചോളാം എന്ന് അപ്പോൾ ഉദയഭാനു പറയും. അയ്യോ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സാർ, എനിക്ക് ഇപ്പം ചെയ്തു തന്ന സഹായങ്ങൾ തന്നെ വളരെ വലുതാ. അതിൻ്റെ കൂടെ ഞങ്ങൾ കാരണം സാറിനൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എത്ര രൂപ വേണോ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുകന്യ അവിടെ നിന്ന് പോവാണേ. അപ്പോൾ ഉദയഭാനുവിന് വളരെ സന്തോഷമാവുക. ഹോ, ഇവള് ശരിക്കും ഒരു കാമധേനു തന്നെയാണ്. പണം കായ്ക്കുന്ന എൻ്റെ മരം. ഇവളെ പിഴിഞ്ഞ് കുറച്ച് നാൾ കടങ്ങളൊക്കെ വീട്ടി സന്തോഷത്തോടെ ജീവിക്കണം. ഇനി ആ ദേവിമോളുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കടങ്ങളൊക്കെ വീട്ടാനുള്ളതാകും എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകല ചോദിക്കും, എന്തായി, സുകന്യ സംസാരിച്ചോ? അവൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഉദയേട്ടാ? എടി, അവൾ ശരിക്കും ഒരു മണ്ടിയാടി. മണ്ടി മാത്രമല്ല, നല്ല ആർത്തിപ്പണ്ടാരോ. അതുകൊണ്ടല്ലേ ഞാൻ ഓരോന്നും പറയുമ്പം അതിനകത്ത് മൂക്കും കുത്തി വീഴുന്നേ. അവൾ കാശുണ്ടാക്കിക്കൊണ്ട് തരാന്നാ പറഞ്ഞത്. അല്ല ഉദയേട്ടാ, ഇവള് ശരിക്കും വലിയ കാശുകാരിയാണോ? ആർക്കറിയാം, ആണെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അവൾ 10 ലക്ഷം രൂപ കൊണ്ട് കൈ തന്നത്. ഹോ, ആ ധർമ്മൻ്റെ ഭാഗ്യം, കാശുള്ള വീട്ടിലെ പെണ്ണിനെ തന്നെ അവന് കിട്ടിയല്ലോ എന്നപ്പം ശ്രീകല പറയുക. പിന്നെ ആഡംബരത്തിനും അത്യാർത്ഥിക്കും അവൾക്ക് ഒരു കുറവുമില്ല. ദേവമംഗലവുമായിട്ടോ ഒരു രീതിയിൽ ഒത്തുപോകുന്നൊരു പെൺകുട്ടിയൊന്നുമല്ല സുകന്യ. ധർമ്മൻ്റെ ജീവിതം കോഞ്ഞാട്ടെ ആയെന്നേ ഞാൻ പറയുള്ളൂ. ധർമ്മൻ ഒരു പാവമല്ലേ, അവന് പറ്റിയ ഒരാളൊന്നുമല്ല സുകന്യ. അവനെ ഇട്ടിട്ട് എന്ന് പോകുന്നു കണ്ടറിയാം എന്ന് ഉദയഭാനു അപ്പം പറയാം. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ കാര്യം നടന്നാൽ മതി. എടി, നീ ദേവിമോളെ വിളിച്ച് ആ ആഭരണങ്ങൾ ചോദിച്ചോ എന്ന് ചോദിക്കുക. അതേ മനുഷ്യൻ, ഞാൻ വല്ലതും പറയും. ഞാനിപ്പോൾ അവളെ വിളിച്ച് ആഭരണങ്ങൾ ചോദിച്ചാൽ അവൾ അതെനിക്ക് എടുത്തു തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ശ്രീകല പറയും. നീ എങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ച് അത് മേടിച്ചെടുക്കാനായിട്ട് നോക്ക് എന്നപ്പോൾ പറയാം. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം ഞാനതിനെപ്പറ്റി ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയേണ്ടി വരും. സുകന്യയുടെ കാര്യങ്ങളും അറിഞ്ഞാൽ ദേവി നമുക്ക് സമാധാനം തരുമെന്ന് പിന്നെ ഉദയേട്ടന് തോന്നുന്നുണ്ടോ? അതും ശരിയാ. ആനന്ദ് പിന്നെ നമ്മൾ അച്ചയ്ക്ക് തിന്നും വേണമെങ്കിൽ വന്ന്, അവൻ അത്രയ്ക്ക് ദേഷ്യമാകും നമ്മളോട്. ആ സുകന്യ അവർക്കൊക്കെ ഒരു ചെറിയ പേടി ഉണ്ട് എന്ന് പെട്ടെന്ന് ശ്രീകല പറയാം. അവളെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, അവളെയൊക്കെ ഡീൽ ചെയ്യാൻ ഈ ഉദയഭാനുവിന് അറിയാം എന്ന് ഉദയഭാനു മനസ്സ് ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വീട്ടിൽ ചെന്ന് സുകന്യ കാശിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക. ഉദയഭാനു സാറിന് കാശ് അതിനെ എവിടെ നിന്ന് ഉണ്ടാക്കും? രാജശ്രീ ചേച്ചിയോട് തന്നെ രാജശ്രീ ചേച്ചിയോട് തന്നെ കാശ് ചോദിക്കണം, എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം. അല്ലാതെ ഇനി എൻ്റെ കയ്യിൽ കാശില്ലല്ലോ. എൻ്റെ കയ്യിൽ സ്വർണ്ണങ്ങളെല്ലാം ഗോമതി ചേച്ചിയുടെ കയ്യിലുമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് കുറച്ചെടുത്ത് വിൽക്കായിരുന്നു എന്നൊക്കെ സുകന്യ ഇങ്ങനെ സംസാരിക്കുവാണേ. ഇതേ സമയമാണ് അലോക് സുകന്യയെ വിളിക്കുന്നത്. അപ്പോൾ സുകന്യ ചോദിക്കും, എന്താ അലോക് ഈ സമയത്ത് എന്താ ഒരു വിളി? എന്നിട്ട് അലോക് കാര്യങ്ങളൊക്കെ പറയുവാണ്, അനുശ്രീയായിട്ട് തെറ്റിപ്പിരിഞ്ഞ കാര്യമൊക്കെ. നീ എന്തൊരു മണ്ടത്തരവാണ് കാണിച്ചത്? നീ എന്തിനാ എല്ലാം സമ്മതിക്കാൻ പോയത്? അതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ലായിരുന്നു ചേച്ചി. അവളോട് ആ മീനാക്ഷി എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. അതറിഞ്ഞിട്ടാ അവൾ എന്നെ വന്ന് ചോദ്യം ചെയ്തത്. സത്യങ്ങൾ പറഞ്ഞാൽ അവൾ എന്നോട് ക്ഷമിക്കൂന്ന് പറഞ്ഞപ്പം ഞാനങ്ങ് പറഞ്ഞതാ. എന്തായാലും കുറച്ച് ദിവസം നീ ക്ഷമയോടെ കാത്തിരിക്കുക, അവളുടെ മനസ്സൊന്ന് തണക്കട്ടെ. ഞാൻ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആ മീനാക്ഷി നമുക്ക് ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുവല്ലേ. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും. ഞാനത് വേണ്ടത് ചെയ്തോളാം, നീ എന്തുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് അനുവിനെ വിളിച്ചു നോക്കണം. അവൾ എടുത്തില്ലെങ്കിൽ
എപ്പോഴെങ്കിലും നീ വിളിച്ചുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം നീ വേണമെങ്കിൽ അവൾ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ മരിക്കുന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തോ, എങ്കിലും അവൾ നിന്റെ കെണിയിൽ തന്നെ വന്നു വീഴണം. നിനക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് ചേച്ചി, ഇത്രയും നാളും എനിക്ക് അവളോട് ഇത്രയും വാശിയില്ലായിരുന്നു. ഇനി എന്നെ അടിച്ച അവൾ എൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. എന്നിട്ട് അവളോട് ഞാൻ പ്രതികാരം ചെയ്തോളാം. അവൾ അവിടെ ദേവമംഗലത്തെ രാജകുമാരിയല്ലേ, ഇനി കൃഷ്ണമംഗലത്ത് വന്ന് ഈ ആലോകിൻ്റെ ദാസിയായിട്ട് അവൾ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ അലോക് പറയാം. എടാ, ഞാൻ പറയുന്ന പോലെയൊക്കെ നീ ചെയ്യണം. പിന്നെ അനുവിനോട് ഞാൻ സംസാരിക്കുന്ന കാര്യം ഏറ്റു. അവളെ ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അവൾ ശരിക്കും ഒരു പൊട്ടിയാ. ഇപ്പം മീനാക്ഷി പറഞ്ഞപ്പോൾ മുന്നും പിന്നും ചിന്തിക്കാതെ അവൾ നിന്നോട് വന്ന് ചോദ്യം ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് മാറിക്കോളും. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ ഞാൻ ഇത്രയും സഹായമൊക്കെ നിനക്ക് ചെയ്തു തരുമ്പം തിരിച്ച് ഇങ്ങോട്ടും ചെറിയ സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ എന്ന് പറയാം. അപ്പം അലോക് ചോദിക്കും, അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? ചേച്ചിക്ക് എന്ത് സഹായമാണ് വേണ്ടത്? അത് പിന്നെ എനിക്കൊരു 2 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. നിനക്ക് ഇത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അനുവിനെ എത്രയും പെട്ടെന്ന് നിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. 2 ദിവസം സാവകാശം തന്നാൽ മതി എന്ന് പറയാം. 2 ലക്ഷം രൂപ ഞാൻ വിചാരിച്ച ഇത്ര നിസ്സാര കാര്യം പോലും നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ തരാൻ സാധിക്കുന്നില്ല അലോക്. നിനക്ക് വേണ്ടി എത്ര വലിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തു തരുന്നത് എന്നൊക്കെ അപ്പോൾ സുഗന്യ ചോദിക്കാൻ, ശരിയാക്കി തരാൻ ചേച്ചി. ചേച്ചി ചോദിച്ച കാശ് ഞാൻ എവിടെ നിന്നാണെന്ന് വെച്ചാൽ എടുത്ത് തരാം. പക്ഷേ അനു എൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരണം. അവൾക്ക് എന്നോട് പഴയ സ്നേഹവും വേണം എന്ന് പറയാം. അക്കാര്യം ഞാൻ ഏറ്റു. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാം. അപ്പം സുഗന്യാണെങ്കിൽ അലോകിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കാശ് മേടിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവേ. അനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, അലോകിൻ്റെ സ്നേഹം തെറ്റായി നിനക്ക് തോന്നിയോ അനു എന്നൊക്കെ ചോദിക്കുക. സുഗന്യ ചേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത് അവൻ. അങ്ങനെയുള്ള അവൻ്റെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ചേച്ചി എന്ന് പറയാം. നിന്റെ ആങ്ങളമാരും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവരോടും ദേഷ്യമല്ലേ? ആ ഒരു ദേഷ്യവും വാശിയും അവർക്കും ഉണ്ട്. അല്ലാതെ നിന്റെ അലോക് ഒരാളെ കൊല്ലാനൊക്കെ നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് അവിടെ നടന്ന പൂജയൊന്നും മുടങ്ങണമെന്നേ അവനുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും അവൻ മനസ്സിൽ പോലും ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ ചേട്ടന്മാര് അവനെ കുറ്റക്കാരനാക്കിയതാ. നീ എങ്കിലും അത് മനസ്സിലാക്കണ്ടേ അനു? അവൻ എന്തുമാത്രം സങ്കടമായിരുന്നോ? നീ ഇന്ന് അവനെ തല്ലിയല്ലേ? അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു. എൻ്റെ സ്നേഹം ചോദ്യം ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവൻ അത്രയേറെ വിഷമം ഉണ്ടായി. അലോക് നിന്നെ ഉള്ളു തുറന്നാ സ്നേഹിക്കുന്നത്. പക്ഷെ നിനക്ക് അവനോട് തിരിച്ച് അങ്ങനെ ഒരു സ്നേഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ അനു എന്നൊക്കെ സുഗന്യ പറയും. എന്നാലും ചേച്ചി, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ട് ഞാൻ അവനോട് എങ്ങനെ ക്ഷമിക്കണമെന്നാ? നീ ഇപ്പോഴും അത് തന്നെ വിശ്വസിക്കുവാണോ? നിന്റെ മീനാക്ഷിയിടത്തെയും ഇവിടെ ഉള്ളവരൊക്കെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതാ. കൊല്ലാനൊന്നും അവൻ ശ്രമിച്ചിട്ടില്ല. പൂജ മുടക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അത് നിനക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അവൻ അവിടെ ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. നീ ഇല്ലാതെ ജീവിക്കില്ലെന്നൊക്കെ എന്നോട് പറയുന്നത്. ഇങ്ങനെ അവനെ വഴിക്ക് വെച്ച് ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാനു അവനെ സ്നേഹിച്ചത് എന്നൊക്കെ സുഗന്യ ചോദിക്കും കേട്ടോ. അതിപ്പം അനുവാണെ ആകെ തലകുനിച്ച് സങ്കടപ്പെട്ടിരിക്കുക. അത് പിന്നെ നീ ഇല്ലാതെ ഇനി അവനൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ ചെറുക്കൻ എന്തെങ്കിലും കടുകൈ ചെയ്താൽ അറിയാലോ, രാജശ്രീ ചേച്ചിക്കും അച്ചുവേട്ടനൊക്കെ അവൻ ഒറ്റ മോനാ. നീ കാരണം ഒരു ആപത്ത് അവിടെ വരാൻ പാടില്ല എന്ന് പറയാണ്. അല്ല, ഈ 2 കുടുംബങ്ങളും തമ്മിൽ ഉള്ള വൈരാഗ്യവും ശത്രുതയും അതുകൊണ്ട് കൂടത്തേ ഉള്ളൂ. നീ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ അവൻ്റെ മനസ്സ് ശാന്തമാകും. നീ അതൊന്ന് മനസ്സിലാക്കി മുന്നേറുന്നത് തന്നെയാണ് നല്ലത്. ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത കൂട്ടണോ അതോ ആ ശത്രുത എങ്ങനെയെങ്കിലും നീക്കം ചെയ്യണോന്ന്? അലോക് വഴി മാത്രമേ നിനക്ക് ഈ 2 കുടുംബങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് സാധിക്കൂ എന്നൊക്കെ സുഗന്യ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുവിൻ്റെ മനസ്സ് പതിയെ ചായുന്നുണ്ടേ. നീ എത്രയും പെട്ടെന്ന് അലോകിനെ ഒന്ന് വിളിക്കണം. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കണം. നിങ്ങൾക്കിടയിലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അപ്പം മാറ്റും. എന്നിട്ട് നിനക്ക് ചുറ്റുമുള്ള എല്ലാവരും നീ ശരിക്കും ഒന്ന് നിരീക്ഷിക്കണം. നിന്റെ മീനാക്ഷി അടുത്ത് നിനക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കൊല്ലാനൊന്നും അവൻ നോക്കിയിട്ടില്ല. അത് ഇവിടെയുള്ളവരുണ്ടാക്കിയ ഒരു കഥ മാത്രമാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും സുഗന്യ പറയാണ് കേട്ടോ. അപ്പോൾ അനുവിൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും